ടീം ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാർസോൺ യൂസ്ഡ് കാസിലാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നിന്നും മീൻചന്ത പോകുന്ന വഴി കണ്ണഞ്ചേരി എന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂം വരുന്നത്. അതായത് മീൻചന്ത ബൈപ്പാസ് ജംഗ്ഷൻ വരുന്നുണ്ട്. അതിന് ഒരു 1/2 കിലോമീറ്റർ മുമ്പെയാണ് ഈ ഒരു ഷോറൂം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിന്ന് കുറേ വണ്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട്. പുതിയ ടൈപ്പ് വണ്ടികൾ ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്ന 2020 മോഡൽ ഹ്യുണ്ടായി i10 ഗ്രാൻഡാണ്. ഇതുപോലത്തെ നല്ല മോഡൽ കൂടിയ വണ്ടികളൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങളിപ്പോൾ ഷോറൂമിൽ പോയി എടുക്കുന്ന റേറ്റ് അല്ല, ഇവിടെ ഇപ്പോൾ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കൂടിയേ തീരൂ. ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് വണ്ടികളൊക്കെ പരിചയപ്പെടുത്താൻ കൂടെയുള്ളത് ഇന്നത്തെ പോലെ തന്നെ റേഞ്ചാണ്. വെൽക്കം ടു ദ ഷോ. നമ്മുടെ ആദ്യത്തെ വണ്ടിയാണ് ഹ്യുണ്ടായി i10 ഗ്രാൻഡ്. എങ്ങനെയാണ് ഇത് 2020 ആണ്, പുതിയ വണ്ടിയാണ്. 20 മോഡൽ 2020 മോഡലാണ്. ഇത് ഏകദേശം ഒരു 7 മാസം 8 മാസം ആവുന്നുള്ളൂ വണ്ടി ഇറങ്ങിയിട്ട്. അതെ, ഇത് 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11,000 സിംഗിൾ ഓണർ വണ്ടിയാണ്. മാഗ്ന ഓപ്ഷനാണ്. 2 എയർ ബാഗ്, ബ്ലൂടൂത്ത് എല്ലാം വരുന്ന വണ്ടി. ബ്ലൂടൂത്ത് പിന്നെ സ്റ്റിയറിംഗ് മോഡ് കാര്യങ്ങളൊക്കെ ഉള്ള. അതെ, മാഗ്ന ഓപ്ഷൻ. കമ്പനി കറക്റ്റ് സർവീസ്. അതെ. ഇപ്പോൾ വാറണ്ടി ഉണ്ടാവുമല്ലോ? വാറണ്ടി ഉണ്ടാവും. 2 കൊല്ലം കൂടെ എന്താ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്നത് 5,75,000 രൂപ. 5,75,000. പുതിയ വണ്ടിക്ക് ഏകദേശം 7 ലക്ഷം രൂപ അടുത്തുണ്ട്. 7 ലക്ഷം. അപ്പോൾ ഒരു 6-7 മാസം പഴക്കമുള്ള വണ്ടിയാണ്. അതെ. അപ്പോൾ നിങ്ങൾ പുതിയൊരു വണ്ടി എടുക്കുന്ന ആൾക്ക് നോക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ബഡ്ജറ്റ് അത്രയും കുറഞ്ഞു വരുന്നത്. അതെ. ലോൺ എത്ര ആയിട്ട് കൊടുക്കാം? ലോണ് നമുക്കൊരു 5 ലക്ഷം രൂപയൊക്കെ മുകളിൽ ചെയ്ത് കൊടുക്കാം. മുകളിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും വന്ന് നോക്കാവുന്നതാണ്. സീറ്റ് കവറൊന്നും പൊളിച്ചിട്ട് പോരുമില്ല. സീറ്റ് കവറൊന്നും പൊളിച്ചിട്ടില്ല. ടയറൊക്കെ അതെ, സ്റ്റെപ്പിന് ടയറൊന്നും യൂസ് ചെയ്തിട്ടില്ല, തൊട്ടിട്ട് പോരുമില്ല. അതെ, ഫ്രഷ് വണ്ടി. ഷോറൂം എടുക്കുന്ന അങ്ങനെ തന്നെ. i10 മൈലേജ് ഒരു 13-14 ഒരു ഗ്രാൻഡായിട്ട് ഒരു 15 കിട്ടും. അത് മാരുതി സുസുക്കിയുടെ ഒരു റെഡ് കളർ സ്വിഫ്റ്റ്. എങ്ങനെയാണ് കാര്യങ്ങൾ? അതെ, ഇത് എന്താ പറയുക, ഇത് 2016 മോഡലാണ്. ഇത് പിന്നെയാണല്ലോ 2017-18 ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടി വരുന്നത്. അതെ, ഇത് VXI ആണ്. ഒരു 8,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 8,000? അതെ, പല കസ്റ്റമറും നമ്മൾ ചോദിക്കാറുണ്ട് ഇതെന്താ ഇത്ര പിന്നെ വർഷമായിട്ട് 8,000 കിലോമീറ്റർ. ഇത് വണ്ടി അങ്ങനെ യൂസ് ചെയ്യലില്ല. നമ്മൾ വീട്ടിലാണ് കൂടുതൽ ഗൾഫാറിൻ്റെ വണ്ടിയാണ്. ഇല്ലാതെ വീട്ടിലാണ് ഇത് സാധാരണ വെക്കൽ. എപ്പോഴൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ. ഒരു 8,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയറൊക്കെ കമ്പനി ടയർ തന്നെയാണ്. സ്റ്റെപ്പിന് ഇട്ടില്ല. ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയാണ്. പുതിയ വണ്ടി തന്നെയാണ്. അതെ, ഈ വണ്ടിക്ക് പഴയ വണ്ടിക്ക് പൊതുവെ സ്വിഫ്റ്റിന് ഒരു മാർക്കറ്റ് ആണല്ലോ. ഇപ്പം ഇറങ്ങുന്ന നല്ല പഴയ വണ്ടിക്ക് പൊതുവെ ഒരു മാർക്കറ്റ് കൂടുതലാണ്. അതെ, 8,000 കിലോമീറ്റർ ആകെ കറക്റ്റ് സർവീസുള്ള വണ്ടി. അതെ, തീർച്ചയായിട്ടും 100%. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. VXI മിഡിൽ ഓപ്ഷൻ. അതെ, പെട്രോൾ. അതെ. എത്രയായപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 5,90,000 രൂപ. ഇത് റേറ്റ് കുറച്ച് കൂടുതലാണ്, നമുക്ക് തന്നെ അറിയാം. പക്ഷേ 8,000 കിലോമീറ്റർ ഈ വണ്ടി പുതിയ വണ്ടിയൊക്കെ എടുക്കുന്ന ഒരാൾക്ക് എന്തായാലും ഈ വണ്ടി പഴയ വണ്ടി ആഗ്രഹിക്കുന്ന ഒരാളുണ്ടല്ലോ, ഓട്ടം കുറഞ്ഞ വണ്ടിക്ക് ഏറ്റവും ബെറ്റർ വണ്ടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 2 ഇപ്പോൾ അതെ ഈ പഴയ വണ്ടി ഈ മോഡൽ പൊതുവെ വളരെ ആയിരിക്കും. ഈ 8,000 കിലോമീറ്റർ ഓടിയ വണ്ടി പഴയ വണ്ടിയിൽ വരുന്നത്. ഇപ്പം ഇറങ്ങുന്ന വണ്ടി കിട്ടും 8,000-10,000 കിലോമീറ്റർ ഓടിയൊക്കെ വണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പറ്റിയ വണ്ടിയാണ് ഈ പഴയ വണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ പഴയ മോഡൽ വണ്ടി. നമുക്ക് മാന്യമായ രീതിയിലൊക്കെ കുറച്ച് കൊടുക്കണ്ടോ, കുറയുന്നാൽ മാക്സിമം കുറച്ച് കൊടുക്കാം. അതെ. ഒന്നുമില്ല, ഒരു കറക്റ്റ് കമ്പനി ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു മൈനസ് എന്ന് പറയാനുള്ള ഒരു ചെറിയൊരു ഡോട്ട് ഉണ്ട് ഇവിടെ. ആ ഡോട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് റീപെയിൻറ്റ് കറണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ വെച്ചതാണ്. ഇനി അതെ, ഒറിജിനൽ നിർത്താനും വേണ്ടി വെച്ചത്. ഇനിയിപ്പോൾ കസ്റ്റമർ ഇത് എന്തെങ്കിലും ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതെ, ചെറിയ ഡോട്ടാണ്. അത് അങ്ങനെ തന്നെ ഇവിടെ വെച്ചതാണ്. പുതിയ വണ്ടിയല്ലേ, അപ്പോൾ റീപെയിൻറ്റ് കാരണമാണെന്നുള്ളവർക്ക് അങ്ങനെ തന്നെ വെച്ചതാണ്. ലോൺ നമുക്കൊരു 5-5.5 ലക്ഷം രൂപയോളം കിട്ടും. അടുത്തൊരു വൈറ്റ് കളർ ഹ്യുണ്ടായി i20. അതെ, ഇത് 2015 മോഡലാണ്. അതെ, ഇത് സെക്കൻഡ് ഓണറാണ്. സ്പോർട്സ് ഓപ്ഷനാണ് വരുന്നത്. സ്പോർട്സാണ് വരുന്നത്. 35,000 കിലോ പെട്രോൾ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. കുറേ കിലോമീറ്റർ ആണല്ലോ. അതെ, വളരെ കുറവാണ്. സ്റ്റെപ്പിൻ്റെ ടയറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതെ, 2015 വണ്ടി, കമ്പനി സർവീസുള്ള വണ്ടി. അതെ.
സെക്കൻഡ് ഓണർ അതെ 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 റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ടയേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 5,40,000 രൂപ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് കുറച്ച് കൊടുക്കാം 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ചെറിയൊരു മാറ്റത്തിന് വിലയിൽ ചെറിയൊരു മാറ്റം എന്തായാലും വരും അതെ കിലോമീറ്ററിന് ഒരു 2018-19 വണ്ടി ഓടുന്ന കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ അതെ ലോണ് നമുക്കൊരു 4.25 ലക്ഷം റുപ്യൊക്കെ നമുക്ക് ലോൺ ചെയ്യാം ലോണിന് നമുക്ക് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു ലാൻഡ് ടാക്സിന്റെ കോപ്പി എന്ന് പറഞ്ഞാൽ ആരെ പേരിൽ എടുക്കുന്ന അവരുടെ വേണമെന്നൊന്നുമില്ല ഒന്നുകിൽ അവരെ മദറിനതോ അല്ലെങ്കിൽ റിലേറ്റീവ് തന്നെ ഒന്നുകിൽ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഫാദർ മദർ അങ്ങനെ ആരെങ്കിലും ഒരു ലാൻഡ് ടാക്സിന്റെ കോപ്പി ഇനി ഇൻ കേസ് ലാൻഡ് ടാക്സ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാസിബിൻ്റെ ബില്ലായാലും മതി പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി 2 കളർ ഫോട്ടോ വിത്തിൻ ഒരു 4 days കൊണ്ട് നമുക്ക് എന്താ ലോൺ അപ്രൂവലായി കൊടുക്കാം ഈ പേപ്പേഴ്സൊക്കെ 4 ദിവസം കൊണ്ട് നമുക്ക് ലോൺ അപ്രൂവൽ ചെയ്യാം കിട്ടുമെന്നല്ല ഒരു കിട്ടുന്ന കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ 4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 4 വർക്കിംഗ് ഡേ കിട്ടിയാൽ നമുക്ക് ലോൺ അപ്രൂവൽ കിട്ടാത്തതാണെന്ന് നമുക്ക് പിറ്റേന്ന് തന്നെ അറിയാൻ കഴിയും സിവിൽ സ്കോറൊക്കെ നമ്മൾ അപ്പം തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും അതെ 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 തീർച്ചയായിട്ടും അതെ സിബിൽ സ്കോർ മസ്റ്റ് ആണ് കാരണം വെച്ചാൽ അത് അറിയാലോ ഇത് മാക്സിമം ലോണ് നല്ല കസ്റ്റമേഴ്സ് ആണ് മാക്സിമം ലോണ് കിട്ടും അതെ അടുത്തത് ഒരു റെഡ് വോക്സ്വാഗൺ പോളോ അങ്ങനെയാണ് കാര്യം ഇത് 2013 മോഡലാണ് റീപ്ലേസ് ഒന്നുമില്ല ഇത് ഡീസൽ വണ്ടിയാണ് ട്രെൻഡ് ലൈൻ ആണ് ഓപ്ഷൻ 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ 2013 ട്രെൻഡ് ലൈൻ ആണ് അതെ 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റീപ്ലേസ് ഒക്കെ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് വണ്ടി അതെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് അതെ കമ്പനി ഹിസ്റ്ററി ഫസ്റ്റ് ഒക്കെ ഉണ്ട് ഇപ്പം പുറത്തുനിന്ന് അവർ ചെയ്യല് ഇപ്പം പിന്നെ ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്തുനിന്ന് തന്നെ മാറിയിട്ടുണ്ട് അതെ മേജർ സർവീസ് ഒരു 1.20 ഒക്കെ വരാം ഒരു 1.20 വരും അതെ ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ ഇതിന്റെ വില ചോദിക്കുന്നത് 3,70,75,000 രൂപ ചോദിക്കുന്നത് ഡീസലാണ് അതെ നീറ്റ് വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് റീപ്ലേസ് ഇല്ല 100% റീപ്ലേസ് ഇല്ല ഡീസൽ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ് ഡീസൽ അത്യാവശ്യം മൈലേജ് 1.2 ഒരു 17-18 അങ്ങനെ ചവിട്ടി വിടുമ്പോൾ അതെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മാതിരി ഉണ്ടാവും ഒരു 3 ലക്ഷം രൂപയോളം നമുക്ക് ലോൺ അവൈലബിൾ ആണ് ഇൻഷുറൻസ് ഇപ്പോൾ കയ്യാറായിട്ടുണ്ട് ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തും കൊടുക്കാം ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു അതെ ഇത് 2016 ഓട്ടോമാറ്റിക് ആണ് നിസാൻ മൈക്ര സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് 52,000 കിലോമീറ്റർ 52,000 കിലോമീറ്റർ ഓപ്ഷൻ എക്സൽ സെക്കൻഡ് ഓപ്ഷൻ വണ്ടിയാണ് അതെ കവറൊക്കെ അഡീഷണൽ ചെയ്തതാണ് ഇന്റീരിയലൊക്കെ നല്ല നീറ്റാണ് സിംഗിൾ ഓണറാണ് ഇതിൻ്റെ ചോദിക്കുന്നത് 5 ലക്ഷം രൂപ ചെയ്യും 5 ലക്ഷം രൂപ അതെ 2016 മോഡൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അതെ നിസാന്റെ വണ്ടി മൈക്ര CVT അത് വരുന്നത് നല്ല വർക്കിംഗ് നല്ല ഇല്ല ഓട്ടോമാറ്റിക് വെഹിക്കിളിൽ നല്ല വണ്ടിയാണ് മൈലേജ് ഒരു 15ന്റെ താഴെ നോക്കിയാൽ മതി അതെ പെട്രോൾ ലോണ് നമുക്കൊരു 4-4.5 ലക്ഷം രൂപയോളൊക്കെ ലോൺ ചെയ്യാം 4.5 അതെ ഇത് 2014 വണ്ടി ഡീസലാണ് സെക്കൻഡ് ഓണറാണ് ഇത് സ്പോർട്സ് ഓപ്ഷനാണ് സ്പോർട്സിൽ അഡീഷണൽ ആയിട്ട് ഒരു 40,000 രൂപേൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് സീറ്റ് കവർ ലെതർ സീറ്റ് കവർ അലൈവിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ 40,000 രൂപേൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് കമ്പനി സർവീസാണ് 86 സംതിങ് ഇപ്പോൾ 85 സർവീസ് കഴിഞ്ഞതാണ് സെക്കൻഡ് ഓണറാണ് ഡീസലാണ് സ്പോർട്സ് ഓപ്ഷനാണ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല 17-18 ഇതിന് ചോദിക്കുന്നത് 5,40,000 രൂപ ചോദിക്കുന്നത് അതെ ലോണ് നമുക്കൊരു 5 ലക്ഷം റുപ്യൊക്കെ ലോൺ ചെയ്യാം 4.25-5 ലക്ഷം റുപ്യൊക്കെ ചെയ്യാം അതെ ഇത് 2016 മോഡലാണ്
16 ആ ഇത് VDI ഓപ്ഷനാണ്. ഡീസൽ വേരിയൻ്റ് ആണ്. അതെ ആ ഇത് 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ കുറഞ്ഞ കിലോമീറ്റർ ആണ്. അതെ 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 കറക്റ്റ് കമ്പനി സർവീസാണ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അതെ 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 ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്യാം. ആ ടയർ ഭാഗമൊക്കെ ഫുള്ളാണ്. ടയറൊക്കെ ഫുള്ളാണ്. ഇല്ല 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 റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 5,70,70,000 രൂപ ചോദിക്കുന്നത്. നമുക്ക് കുറച്ച് കൊടുക്കാം. അതെ അതെ 2016 VDI ആണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സാധാരണ 2016 വണ്ടിയൊക്കെ ഒരു 1,90,000 കിലോമീറ്റർ ഏറ്റവും ചുരുങ്ങിയത് ഓടാറുണ്ട്. അതെ അതെ ആ അതെ കിലോമീറ്റർ കുറഞ്ഞ ഓടിയ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് വണ്ടിയാണിത്. അതെ 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 തീർച്ചയായിട്ടും അതെ. ലോണ് നമുക്കൊരു 5 ലക്ഷം റുപ്യൊക്കെ എന്തായാലും ലോൺ വാങ്ങി കൊടുക്കും. ഓ സുസുക്കി വാഗണർ അതൊരു 2011 മോഡലാണ്. ആ LXI ആണ്. ആ 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ആ സെക്കൻഡ് ഓണറാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല ഇല്ല ഇത് കാസരീസാണ് വരുന്നത്. മൈലേജ് കൂടും. ആ 10-ന് ശേഷം 10-ൽ ചില വണ്ടികൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കാസരീസ്. ഇത് പിന്നെ മൈലേജ് കിട്ടും. ഒരു 16-17 മൈലേജ് കിട്ടും. ആ അതെ അതെ ഇത് 2,55,000 രൂപ ചോദിക്കുന്നത്. 2011 വണ്ടിയാണ്. 2,55 82,000 കിലോമീറ്റർ ഓടിയത്. ആ അതെ 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 ഇപ്പോൾ സീറ്റ് കവറൊക്കെ ഇപ്പോൾ പുതിയ ചെയ്തതാണ്. ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തും കൊടുക്കാം. നല്ല വണ്ടി മെക്കാനിക്കൽ ഒരു കുഴപ്പമില്ല. നല്ല വണ്ടി സുന്ദരമായിട്ട് ഒരു പണി ചെയ്യാനില്ല. ഒന്ന് ഓയിൽ സർവീസ് വേണമെന്ന് നമുക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓയിൽ സർവീസ് ഒന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കും. സീറ്റ് കവറൊക്കെ ഇപ്പോൾ 2 ദിവസമായിട്ട് പുതിയ അടിച്ചിട്ടിട്ട് റീപ്ലേസ് ഒന്നുമില്ല. ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല. ഇല്ല ഇല്ല ബാങ്ക് ലോൺ നമുക്ക് ചെയ്യാം. ഓ അതെ 2011 വണ്ടിയൊക്കെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അവർ തിരിച്ചു കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എടുക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാന്യമാരായിട്ട് നമ്മൾ തന്നെ എടുക്കും. അതെ ഇതൊന്ന് നമ്മൾ ഏത് വണ്ടി ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ യൂസ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് 2 വർഷം എപ്പോഴാണ് തിരിച്ചു കൊണ്ടുവന്ന മാന്യമായ റേറ്റ് നമ്മൾ തന്നെ എടുക്കും. അതെ നമ്മുടെ അടുത്ത വണ്ടി KL11 രജിസ്ട്രേഷൻ ഹോണ്ടയുടെ അമേസ് ആണ്. എങ്ങനെയാണ് ഇത് 2013 മോഡലാണ്. അതെ SMT ആണ്. അതെ ഡീസൽ വേരിയൻ്റ് ആണ്. 1,16,000 കിലോമീറ്റർ കമ്പനി സർവീസ്. അതെ അതെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 17 മൈലേജ് ഉണ്ടാവും. 17 20-ന്റെ മുകളിൽ മൈലേജ്. 20-ന്റെ മുകളിൽ കിട്ടുന്നുണ്ട്. ഓക്കെ അപ്പോൾ നല്ല മൈലേജ് ഉള്ളവർക്ക് കാലഘട്ടത്തിന് ആവശ്യമായ. അതെ അതെ തീർച്ചയായിട്ടും അതെ. ചെറിയൊരു ബഡ്ജറ്റിലാണ് വരുന്നത്. 3.5 ലക്ഷം റുപ്യ ഉള്ളൂ. 3.5 അതെ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓ എക്സ്ട്രാ ലൈവിൽ കാര്യങ്ങളൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോൺ എത്ര കിട്ടും? ലോണ് നമുക്കൊരു 3 ലക്ഷം റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. 3 വരെ ലോൺ ചെയ്ത് കിട്ടുക. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വണ്ടിയാണ് ഹ്യുണ്ടായി സാൻട്രോ. എങ്ങനെയാണ് കാര്യം? ഇത് 2011 ആണ്. GL ഓപ്ഷനാണ്. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. സർവീസുള്ള വണ്ടിയാണ്. കമ്പനി സർവീസുള്ള. അതെ 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 അല്ല സെക്കൻഡ് ഓണറാണ്. അതെ അതെ ഇത് ഓടിയത് 93,000 കിലോമീറ്റർ. അതെ അതെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതെ 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 ഇത് ഗ്യാസ് എൻഡോസ്മെന്റും കൂടി ഉള്ളതാണ്. അതെ അതെ രണ്ടിലും മൈലേജ് നമുക്ക് ചിലർക്ക് ഗ്യാസ് വേണമെങ്കിൽ ഗ്യാസ് പെട്രോളിൽ ഒരു 15-16 മൈലേജ് കിട്ടും. ഗ്യാസിലാണെങ്കിൽ 20-ന്റെ ഒക്കെ കിട്ടില്ല. ഗ്യാസിൽ ഇത് വല്ലാണ്ട് യൂസ് ചെയ്തില്ല വണ്ടി. ഇല്ല പെട്രോളാണ് ഫുള്ളായിട്ട് ഓടിയത്. ഉണ്ട് അത്രേ ഉള്ളൂ. അതെ അതെ തീർച്ചയായിട്ടും അതെ. വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഉപയോഗിക്കുകയും ചെയ്യാം. അതെ 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 തീർച്ചയായിട്ടും അതെ 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 ഇത് ചോദിക്കുന്നത് 1,95,000 രൂപ. 2011 ആണ് മോഡൽ. ആ ബാങ്ക് ലോൺ നമുക്ക് ചെയ്യാം. നമുക്കൊരു 1.25 ലക്ഷം റുപ്യ നമുക്ക് വാങ്ങാം. ലോൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു. നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ടീം ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാർ ഷോറൂമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ നമ്പറും ലൊക്കേഷനും ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ.